കാശിഭദ്രം ഭാഗം 4. ദീർഘവും ശാന്തവുമായ ഉറക്കം വിട്ടുണർന്ന കാശി കാണുന്നത് അലങ്കോലമായി ഇട്ടിരിക്കുന്ന അവൻ്റെ മുറിയും ചുറ്റുപാടുമൊക്കെ നല്ല വൃത്തിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. അത് കണ്ടപ്പോൾ തന്നെ അവന് അത് ഭദ്ര ചെയ്തതാണെന്ന് മനസ്സിലായി. എന്നാൽ അവളെ അവിടെ എങ്ങും കണ്ടില്ല. ഭദ്രേ, ചുറ്റിലും നോക്കിക്കൊണ്ടവൻ ഉച്ചത്തിൽ വിളിച്ചു. അവൻ്റെ വിളി കേട്ടപ്പോൾ കിച്ചണിൽ പണിയിലായിരുന്ന ദേവു വേഗത്തിൽ മുകളിലേക്ക് കയറി. ഓടിക്കിതച്ചുകൊണ്ട് അവൾ മുന്നിലെത്തിയപ്പോൾ കാശിയുടെ മിഴികൾ അവളുടെ കഴുത്തിൽ കൂടി മാറിലേക്ക് ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികളിലായിരുന്നു. അത് കണ്ടപ്പോൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ടവൾ സാരി നേരെ ഇട്ടു. എന്തെങ്കിലും വേണോ കാശിയേട്ടാ? അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ ഒരു നിമിഷം അവളെ നോക്കി. അത് ഇന്നാണ് എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ പോണ്ടത്. അതിനൊന്ന് ഫ്രഷ് ആവണം. അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് പതിയെ ചുമലിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു. കാശിയേട്ടൻ ഇവിടെ ഇരിക്കെ, ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് ബാത്റൂമിൽ വെച്ച് തരാം. പില്ലോയിൽ അവനെ ചാരി ഇരുത്തിക്കൊണ്ട് അവൾ വേഗം തന്നെ ഷെൽഫ് തുറന്ന് ഒരു ബ്ലാക്ക് കളർ ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ചു. അതിൻ്റെ കൂടെ നല്ല ഇളം ചൂട് വെള്ളവും കൊണ്ടുവച്ചിരുന്നു. വളരെ തിടുക്കത്തിൽ എന്നാൽ ശ്രദ്ധയോടെയുള്ള അവളുടെ പ്രവൃത്തികൾ സാഗൂതം വീക്ഷിക്കുകയായിരുന്നു കാശി. ഞാൻ അവിടം വരെ കൊണ്ടുവിടാം. കാശിയേട്ടൻ കുളിച്ചു കഴിഞ്ഞ് വിളിച്ചാൽ മതി. എല്ലാം ഒരുക്കി അവൻ്റെ അരികിൽ ചെന്ന് മെല്ലെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നടക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. അവനൊന്ന് തലയാട്ടുകയല്ലാതെ വേറൊന്നും പറഞ്ഞില്ല. പക്ഷേ തന്നോട് ചേർന്ന് നിൽക്കുന്നവളിൽ നിന്നും ഉയരുന്ന ചന്ദനഗന്ധം അവനെ അന്നത്തെ രാത്രിയിലെ സുഖമുള്ള ഓർമ്മയിലേക്ക് നയിക്കുന്നതോടൊപ്പം അവൻ പോലും അറിയാതെ അവളിലേക്ക് വീണ്ടും അലിയാൻ പ്രേരിപ്പിച്ചു. പക്ഷേ ശരീരം വിറ്റു നടക്കുന്നവളാണല്ലോ എന്ന ചിന്ത അവനിൽ വന്നപ്പോൾ അവളോട് തോന്നുന്ന വികാരമെല്ലാം പുച്ഛത്തിലേക്ക് വഴിമാറി. അപ്പോഴേക്കും അവനെയും കൊണ്ട് അവൾ ബാത്റൂമിൽ എത്തിയിരുന്നു. ബാത്റൂമിൽ പതിയെ അവനെ നിർത്തിയ ശേഷം അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരി തൂകിക്കൊണ്ട് പോകാൻ നിന്നവളുടെ അരയിൽ കൂടെ കൈയിട്ടുകൊണ്ട് കാശി തന്നിലേക്ക് കൂട്ടിപ്പിടിച്ചു. അവൻ്റെ പിടിയിൽ അവൻ്റെ നെഞ്ചിലേക്ക് അവൾ മുഖം പൊഴുത്തി നിന്നുപോയി. അവൻ്റെ ബലിഷ്ഠമായ കൈകൾ തൻ്റെ ഇടുപ്പിനെ വരിഞ്ഞു മുറുക്കുന്നത് അവൾ അറിഞ്ഞു. പക്ഷേ പെട്ടെന്ന് തന്നെ സ്വബോധം വന്നതുപോലെ അവൾ അവനിൽ നിന്നും കുതറി മാറാൻ തുടങ്ങി. ഹാ, കിടന്ന് പിടക്കാതെടി. എനിക്ക് വീണ്ടും എന്തെങ്കിലും അസുഖം വന്നാൽ പിന്നെ നിന്റെ പോക്ക് നടക്കില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. പിടഞ്ഞു മാറുന്നവളുടെ കാതിലായി അവൻ പറഞ്ഞപ്പോൾ അവളുടെ പിടച്ചൽ ഒരു നിമിഷം കൊണ്ട് നിശ്ചലമാകുന്നതോടൊപ്പം നിറഞ്ഞ കണ്ണുകളോടെ അധികം ബലം പിടിക്കാതെ അവൾ തന്നെ അവനെ ചുറ്റിപ്പിടിച്ചു കൊണ്ട് നിന്നു കൊടുത്തു. അവളുടെ ആ പ്രവൃത്തി കാശിയിൽ അത്ഭുതം സൃഷ്ടിച്ചു. നീ? അവൻ എന്തോ പറയാനായി വന്നപ്പോൾ അവൾ തൻ്റെ കൈകൾ ഉയർത്തി അവൻ്റെ ചുണ്ടിന് മുകളിൽ വെച്ചു. ഞാൻ കാരണം നിങ്ങൾ വേദനിക്കുന്നത് എനിക്കിഷ്ടമല്ല കാശിയേട്ടാ. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ആയിക്കോ. കാരണം ഈ ദേവഭദ്രയെ സ്പർശിക്കാൻ ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അത് ഈ കാശിനാഥനാണ്. വിതുമ്പുന്ന ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ടപ്പോൾ അവൻ്റെ മിഴികളും ഒന്ന് വിടർന്നു പോയി. പക്ഷേ ഈ ദേവഭദ്രയെ സ്പർശിക്കാൻ ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അത് ഈ കാശിനാഥനാണ്. അവൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അവൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലമായി അവിടെയുള്ള അവൻ്റെ പിടി പതിയെ അയഞ്ഞു പോന്നു. നീ പുറത്തു നിൽക്കൂ, ഞാൻ വേഗം വരാം. അവളെ നോക്കി അവൻ പറഞ്ഞപ്പോൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൾ വേഗം അവിടെ നിന്നും പോയി. എന്നാൽ അവൾ പോയി കഴിഞ്ഞിട്ടും അവൾ പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു കാശി. അവൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അവളുടെ ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവർ കുടുംബങ്ങളൊക്കെയും ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നല്ലേ? അപ്പോൾ അന്ന് എന്നിൽ അലിഞ്ഞ നിമിഷം തൊട്ട് അവൾ പിന്നെ ആരുടെ അരികിലേക്കും പോയില്ലേ? പിന്നെ ഇത്രയും മാസം അവൾ അവിടെ ആയിരുന്നു. ഇനി സിമ്പതി കിട്ടാൻ വേണ്ടി എന്നോട് കളവ് പറഞ്ഞതാണോ? ഹാം, അങ്ങനെ ആയിരിക്കും. എൻ്റെ പണം കണ്ട് പിറകെ വരുന്നതായിരിക്കും. അവളെ പോലുള്ളവർക്ക് പണമാണല്ലോ ആവശ്യം. പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ തോന്നാത്തത്? എന്നും കൂടെ നിർത്താൻ തോന്നുന്നത് എന്തിനാ? മനസ്സിൽ പലവിധ ചിന്തകളോടെ ആയിരുന്നു അവൻ കുളി കഴിഞ്ഞിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ദേവ് താങ്ങി പിടിച്ചതും ബെഡിലിരുത്തിയതും ഒന്നും അവൻ അറിഞ്ഞിരുന്നില്ല. കാശിയേട്ടാ, കാശിയേട്ടാ. ആ, എന്തോ ചിന്തയിലായിരുന്ന കാശി പെട്ടെന്നൊന്ന് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അവൾ ആദ്യം വിളിച്ചത് അവൻ കേട്ടിരുന്നില്ല. ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറി വരാം, ഇവിടെ ഇരിക്കൂട്ടോ. അവനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിടുക്കപ്പെട്ടുകൊണ്ട് മുറി വിട്ടിറങ്ങി. അവൾ പോണത് ഒരു നിമിഷം നോക്കി നിന്ന കാശി പിന്നീട് കണ്ണുകൾ അടച്ച സോഫയിൽ ചെന്നിരുന്നു. ഇതേ സമയം തനിക്കായി നൽകിയ മുറിയിൽ കയറി വാതിലടച്ച ആ നിമിഷം ദേവു പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇരുന്നു പോയി. എന്തിനാ കാശിയേട്ടാ ഇങ്ങനെ എന്നോട് ചെയ്യുന്നത്? നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അറിഞ്ഞോ അറിയാതെയോ ജീവനേക്കാൾ ഏറെ ഞാൻ സ്നേഹിച്ചു പോയി. അതിനിങ്ങനെ ഓരോന്നും ചെയ്ത് എൻ്റെ ഹൃദയം വേദനിപ്പിക്കുന്നത് എന്തിനാ ഏട്ടാ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കുറച്ച് നിമിഷം മുമ്പ് അന്നത്തെ രാത്രിയിൽ നടന്നത് വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്ന് പോലും ഞാൻ ഭയന്നു പോയി. എന്നെ പൂർണ്ണതയിലെത്തിച്ചത് നിങ്ങളാണെന്നറിയാം. വീണ്ടും നിങ്ങളിൽ അലിഞ്ഞു ചേരാൻ ഞാൻ കൊതിക്കുന്നുമുണ്ട്.
പക്ഷെ ഇതുപോലെയല്ലാതെ നാലാൾക്കാണെ ഒരു താലിച്ചരടിൽ എന്നെ സ്വന്തമാക്കണമെന്നുള്ള ഒരു കുഞ്ഞു ആഗ്രഹം എന്നിലുണ്ട്. ഈ ജന്മം അത് നടക്കില്ല എന്നറിയാം. എങ്കിലും ആഗ്രഹിച്ചു പോകുന്നു ആ മുഹൂർത്തത്തിനായി. പക്ഷെ എനിക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല. എന്തൊക്കെയോ പദം പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവൾ അവിടെ ഇരുന്നു. പെടുന്നനെയാണ് അവൾക്ക് സ്വബോധം വന്നത്. അപ്പോൾ തന്നെ അവൾ വേഗം പോയി ഫ്രഷായി ഒരു ചുരിദാർ എടുത്തണിഞ്ഞുകൊണ്ട് വേഗത്തിൽ കാശിയുടെ അരികിലേക്ക് ചെന്നു. കാശിയേട്ടാ വരൂ, താഴെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ച ശേഷം ഇറങ്ങാം. അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ട് അവനെയും താങ്ങി താഴേക്ക് പോകുമ്പോൾ കാശിയുടെ മിഴികൾ അവളുടെ കരഞ്ഞു ചുവന്നിരിക്കുന്ന കൺകളിലും കുഞ്ഞു നാസികയിലുമായിരുന്നു. അത് കാണവേ അവനിൽ വല്ലാത്തൊരു വേദന നിറയാൻ തുടങ്ങി. കുറച്ച് നിമിഷം മുമ്പ് താൻ ചെയ്ത പ്രവൃത്തിയാണ് ആ കണ്ണുനീരിൻ്റെ കാരണമെന്ന് അവന് തോന്നി. അവനെ മേശക്കരികിലിരുത്തി ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോഴൊക്കെയും കാശിക്ക് അവളോട് സോറി പറയണം എന്നുണ്ടെങ്കിലും എന്തോ അതിനവനായില്ല. വരാൻ ലേറ്റാകും, നിന്ന് താളം പിടിക്കാതെ ഇരുന്ന് കഴിക്കാൻ നോക്കടി. അവൻ്റെ പെട്ടെന്നുള്ള അലർച്ചയിൽ അവൾ ഞെട്ടിക്കൊണ്ട് കസേരയിലിരുന്ന് കയ്യിൽ കിട്ടിയ അപ്പം എടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോൾ അവനിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. അപ്പോൾ നന്നായി ഒന്ന് പേടിപ്പിച്ചാൽ ശരിയാകുമല്ലേ, കാശി ആത്മ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അവർ കാറിൽ കയറി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. കാശിയുടെ കൂടെയായിരുന്നു ദേവു ഇരുന്നത്. കാറിൽ കയറിയപ്പോൾ തൊട്ടുള്ള അവളുടെ സന്തോഷം അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ അങ്കിളിനെ കാണാമല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു അവൾ. അങ്ങനെ അധികം താമസിയാതെ തന്നെ അവർ ഹോസ്പിറ്റലിലെത്തി. സ്പെഷ്യൽ അപ്പോയിൻമെൻ്റ് എടുത്തതുകൊണ്ട് കാശിക്ക് വേഗം തന്നെ ഡോക്ടറുടെ റൂമിൽ കയറാൻ പറ്റിയിരുന്നു. അവൻ പോകുമ്പോൾ കൂടെ അവളും ചെന്നു. എന്നാൽ ഡോക്ടർ സത്യൻ ഒരു സർജറി ഉള്ളതുകൊണ്ട് വേറെ ഡോക്ടറെയായിരുന്നു അവിടെ നിർത്തിയിരുന്നത്. അത് കേട്ടപ്പോൾ ദേവു വാടിയ മുഖത്തോടെ ചുണ്ട് പിളർത്തിക്കൊണ്ട് അവനെ നോക്കി. അവനും അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൻ്റെ കാരണം അറിയാതെ ഇരിക്കുകയായിരുന്നു. പക്ഷെ അവളുടെ ആ നിൽപ്പിൽ ആ ചെഞ്ചുണ്ടിലെ മധുരം വീണ്ടും ഒരിക്കൽ കൂടി നുകരാൻ അവൻ്റെ ഹൃദയം വെമ്പുന്നതറിഞ്ഞ കാശി ഒന്ന് തലകുടഞ്ഞുകൊണ്ട് നേരെ ഇരുന്നു. അവൻ്റെ അരികത്തായി പരിഭവത്തോടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ദേവുവും വന്നിരുന്നു. എന്നാൽ ആ സമയത്തായിരുന്നു രാഹുലിന് ആക്സിഡൻറ്റ് പറ്റി അവനെയും കൊണ്ട് വിഷ്ണു അവിടേക്ക് വന്നത്. രാഹുലിനെ ICUയിലേക്ക് മാറ്റിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെയുള്ള ചെയറിൽ തലയും താഴ്ത്തി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തോ കണ്ട പോലെ വിഷ്ണു മുന്നോട്ട് നോക്കിയത്. അപ്പോൾ തൊട്ടു മുന്നിൽ കാശിയുടെ അരികിൽ എന്തൊക്കെയോ ചിന്തയിലിരിക്കുന്ന ദേവുവിനെ കണ്ടതും വിഷ്ണുവിൻ്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. അവൻ അപ്പോൾ തന്നെ എഴുന്നേറ്റ് അവർക്കരികിലേക്ക് നടന്നെടുത്തു. ദേവുമോളെ. മുഖത്ത് സങ്കടം വരുത്തിക്കൊണ്ടുള്ള അവൻ്റെ വിളിയിൽ ഏതോ ആലോചനയിലായിരുന്ന ദേവു ഞെട്ടിക്കൊണ്ട് മുന്നിലേക്ക് നോക്കിയപ്പോൾ മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന വിഷ്ണുവിനെ പേടിയോടെ നോക്കി. കാശിയും അവനെ അവിടെ കണ്ട ഷോക്കിലായിരുന്നു. അവൻ ദേവുവിനെ കൊണ്ടുപോകാൻ വന്നതായിരിക്കുമോ എന്ന ചിന്തയിൽ അവൻ അവളെ പിടിക്കാൻ നോക്കിയപ്പോൾ തന്നെ ദേവു പേടിയോടെ കാശിയുടെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. തന്നോട് ചേർന്നിരിക്കുന്നവളുടെ ഉടൽ വിറയ്ക്കുന്നത് കാശി അറിയുന്നുണ്ടായിരുന്നു. നീ എന്താ ഇവിടെ? ഓ, എന്നാ പറയാനാ സാറേ, ദേ ഇവളെയും നോക്കി ഇറങ്ങിയതാ ഞങ്ങൾ. വഴിയിൽ വെച്ച് ചെറിയൊരു അപകടം. ഫ്രണ്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോഴാണ് ഇവളെ കണ്ടത്. പാവത്തിനെ പോലെയുള്ള വിഷ്ണുവിൻ്റെ സംസാരം കേട്ടപ്പോൾ ദേവുവിനെ അവൻ തന്നെ ഇവിടെ നിന്ന് എന്തായാലും കൊണ്ടുപോകുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ കൂടുതൽ കാശിയോട് ചേർന്നിരുന്നു. ദേവുമോളെ, വാ നമുക്ക് പോകാലോ. വിഷ്ണു അതും പറഞ്ഞ് ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ വെറുപ്പോടെ ആ കൈകൾ അവൾ കുടഞ്ഞെറിഞ്ഞു. അത് കണ്ടപ്പോൾ വിഷ്ണുവിൻ്റെ നോട്ടം കാശിയുടെ നേർക്കായി മാറി. എന്താ സാറേ, അന്ന് പൈസ വാങ്ങിയത് ഒറ്റ രാത്രിക്ക് വേണ്ടിയല്ലേ? പിന്നെ ഇനിയും എന്തിനാ നിങ്ങൾക്കിവളെ? ഉച്ചത്തിലുള്ള അവൻ്റെ സംസാരം കേട്ടപ്പോൾ കാശി ഇരച്ചു വന്ന ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവനെ നോക്കി. അവിടെ ആരുമില്ലാത്തത് കൊണ്ട് അവർ സംസാരിക്കുന്നത് ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് വരാൻ താല്പര്യമില്ല. സോ വിഷ്ണു പോകാൻ നോക്ക്. ചുവന്ന കണ്ണുകളോടെ കാശി പറയുന്നത് കേട്ടപ്പോൾ വിഷ്ണു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഞാൻ പോകുന്നുണ്ടെങ്കിൽ കൂടെ ഇവളും കാണും. ഇവളൊറ്റൊരുത്തി കാരണം എനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. പല്ല് കടിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു. നിങ്ങളൊക്കെ ഒരു ചേട്ടനാണോ? സ്വന്തം അനിയത്തിയെ തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ. ഛേ, വെറുപ്പ് തോന്നുന്നു എനിക്ക് നിങ്ങളോട്. ഇനി എൻ്റെ മുന്നിൽ കണ്ടു പോകരുത്. എന്നിൽ നിങ്ങൾക്കൊരു അവകാശവുമില്ല. അലറിക്കൊണ്ടായിരുന്നു ദേവു അത് പറഞ്ഞത്. കാരണം അവൻ്റെ വാക്കുകൾ അവളെ അങ്ങേയറ്റം വിഷമത്തിലും കോപത്തിലുമാക്കിയിരുന്നു. എനിക്കില്ലാത്ത അവകാശം പിന്നെ ഇവന് എന്താടി പറഞ്ഞ ഡാഷ് മോളെ. ഓ, ഇപ്പോൾ ഇവൻ്റെ കൂടെയല്ലേ നീ? വിഷ്ണു അത് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ കലിയോടെ കാശി അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിയിരുന്നു. ദേഹം മുഴുവനും വേദനയായിട്ടും കാശിയുടെ ദേഷ്യം മാറിയിരുന്നില്ല. എന്നാൽ അവൻ്റെ വേദന മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കിയ ദേവു വീണ്ടും വിഷ്ണുവിനെ അടിക്കാനായി ചെന്ന കാശിയെ പിടിച്ചു വെച്ചു. കാശിയേട്ടാ, ഇങ്ങനെ ശരീരം അനക്കല്ലേ, ഏട്ടന് വേദനിക്കും. പ്ലീസ് ഇവിടെ ഇരിക്ക്. എന്നെ വിടടി. ഈ പുന്നാര മോൻ പറയുന്നത് നീയും കേട്ടതല്ലേ? ഇവനെ ഇന്ന് ഞാൻ കൊല്ലും. ദേവുവിനെ തട്ടിമാറ്റിക്കൊണ്ട് കാശി വീണ്ടും വിഷ്ണുവിന് നേരെ ചെന്നു.
കാശിയുടെ അടിയിൽ നിലത്ത് വീണ് കിടക്കുന്ന അവൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചുകൊണ്ടവൻ വീണ്ടും മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്ത് മാറി മാറി അടിച്ചു. ദേവു പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അവൻ്റെ കലി തീരും വരെ അവനെ നോക്കി പെരുമാറിക്കൊണ്ടിരുന്നു. ഒടുക്കം ചോര ഛർദ്ദിച്ച് അവശനായി നിലത്ത് വീണ വിഷ്ണുവിനെ ഹോസ്പിറ്റലിലുള്ള അറ്റൻഡന്റുമാർ എടുത്തു കൊണ്ടുപോകുമ്പോൾ പകയോടെ അവൻ്റെ മിഴികൾ കാശിയെ ചുറ്റിപ്പിടിച്ച് കരയുന്ന ദേവുവിലായിരുന്നു. നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ടടി, നിന്നെയും കൊണ്ടേ ഞാനിവിടെ നിന്നും പോകൂ. വയ്യാത്ത അവസ്ഥയിലും പല്ലു കടിച്ചുള്ള അവൻ്റെ സ്വരം കാതിലേക്ക് അലയടിക്കും തോറും ദേവുവിൽ വല്ലാത്തൊരു വിറയലും വെപ്രാളവും വരുന്നുണ്ടായിരുന്നു. അതറിഞ്ഞ പോലെ കാശിയും അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന പോലെ. എന്നാൽ ഈ സമയം നടന്നതൊക്കെയും കണ്ടും കേട്ടും ഡോക്ടർ സത്യൻ അവർക്ക് പിറകിൽ നിൽപ്പുണ്ടായിരുന്നു.